ഇല്ല, അതൊട്ടും പറ്റില്ല. ബിക്കോസ് ഈ യുദ്ധം തുടങ്ങി വെച്ചാൽ ഈ പറഞ്ഞ മാതിരി ഒരു എക്സിറ്റ് പോയിന്റ് ഉണ്ടായിരുന്നു ഇതിന്. B2 ബോംബർ കൊണ്ടുവന്ന് ബോംബ് ചെയ്യാനുള്ള ഒരു എക്സിറ്റ് പോയിന്റ് നമുക്ക് ഓർമ്മയുണ്ട്. ട്രംപ് ഇറാനിന് 2 ആഴ്ച സമയം കൊടുത്തിരുന്നു. ആ 2 ആഴ്ചക്കുള്ളിൽ ഈ ബോംബിങ് ചെയ്യണമെന്നായിരുന്നു ഒരു കണ്ടീഷൻ. അത് കഴിഞ്ഞിട്ട് ചെയ്യുന്നതായിരുന്നു. പക്ഷെ അതിന് മുമ്പ് തന്നെ പ്രസിഡന്റ് ട്രംപ് ഇതിൻ്റെ ഒരു ബോംബിങ് ഓർഡർ ചെയ്തു. അതിന്റെ കാരണം എന്താണെന്ന് നമുക്ക് പിന്നെ മനസ്സിലാവും, ഇപ്പോഴല്ല. ഇതിന്റെ ഒരു മെയിൻ കാരണം, ഇത് ഇറാനെ ബോംബ് ചെയ്യാനുള്ള ഒരു കാരണം നമുക്കറിയാം. ഇസ്രയേലിന് അത് ചെയ്യാൻ പറ്റില്ല, ഞങ്ങളെ കൊണ്ട് ഫോർദോ ആയാലും നട്ടാൻസിന്റെ അണ്ടർഗ്രൗണ്ട് ന്യൂക്ലിയർ ഫെസിലിറ്റി ബോംബ് ചെയ്യാൻ പറ്റില്ല, അതിനൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നു. പക്ഷെ എന്താണ് സാധിച്ചെടുത്തത്? ഞാൻ പറയണമെങ്കിൽ ഇതിൽ സാധിച്ചെടുത്തത് ഏറ്റവും കൂടുതൽ ഇസ്രയേലാണ്, അമേരിക്കയല്ല. ഇസ്രയേലിന് വേണ്ടിയിരുന്നത് ഇറാന്റെ ബാലിസ്റ്റിക് മിസൈലിന്റെ ഒരു ഫെസിലിറ്റി ഉണ്ടായിരുന്നു. ന്യൂക്ലിയർ നമുക്ക് മാറ്റി വെക്കാം, അതൊരു ലോങ് ടേം പ്രോജക്റ്റാണ്. പക്ഷേ ഈ പറഞ്ഞ മാതിരി ഈ ഷോർട്ട് ടേം പ്രോജക്റ്റ് വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഒരു ബാലിസ്റ്റിക് കപ്പാസിറ്റി അടിച്ചു തകർക്കാനായിരുന്നു ഒരു പ്ലാൻ. ഒന്ന് മാനുഫാക്ചറിങ്, രണ്ട് അതിന്റെ ഡിസ്പാച്ച്, ദാറ്റ് ഈസ് ലോഞ്ചിങ് പാഡ്സ്. ഇത് രണ്ടും ഇസ്രായേൽ കുറെ തകർത്തു. നമുക്ക് ഓർമ്മയുണ്ടാവും, ആദ്യത്തെ ദിവസം തന്നെ ഇസ്രായേൽ ഇതുവരെ കാണാത്ത മാതിരി ഇറാനിയൻ ടോപ്പ് ലീഡർഷിപ്പ്, ഒന്ന് മിലിറ്ററി ലീഡർഷിപ്പ്, പിന്നൊന്ന് അവരുടെ ന്യൂക്ലിയർ ലീഡർഷിപ്പ് കംപ്ലീറ്റ് ആയിട്ട് തകർത്തു. അതെങ്ങനെ ചെയ്തു? അതൊരു മൊസാഡിന്റെ ക്ലാസിക് ഓപ്പറേഷനായിരുന്നു. അവരുടെ ഒരു 2-3 ഒബ്ജക്റ്റീവ്സ് ഉണ്ടായിരുന്നു. ഒന്ന്, ഇറാൻ ഇനി തൊട്ട് ബാലിസ്റ്റിക് മിസൈൽസ് ഉണ്ടാക്കാൻ പാടില്ല, ഉള്ള ബാലിസ്റ്റിക് മിസൈൽസ് തകർക്കുക. ബിക്കോസ് നമുക്കറിയാം, ഇതിൽ കുറെ ബാലിസ്റ്റിക് മിസൈൽസ് ഇവർ ഒന്ന് ഹമാസിന് കൊടുത്തിരുന്നു, കുറെ പിന്നെ നമ്മുടെ ലെബനനിലെ ഹെസ്ബുള്ളയ്ക്കും കൊടുത്തിരുന്നു, പിന്നെ ഹൂത്തികളുടെ കയ്യിലുണ്ട്. ഹൂത്തികളുടെ കയ്യിൽ കുറച്ചുകൂടി എക്സ്റ്റൻഡഡ് റേഞ്ച് ആണ്, ബിക്കോസ് കടലിൽ കടന്നു വേണം അങ്ങോട്ട് പോകാൻ, മെഡിറ്ററേനിയൻ സീ കടന്നിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അതേസമയത്ത് ഹമാസിനടുത്ത് ഷോർട്ട് റേഞ്ച് മിസൈൽസ്. ഇതെല്ലാം പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇസ്രയേലാണ്. ഈ ഇസ്രയേലിന്റെ ഒരു കപ്പാസിറ്റി, ഇസ്രയേലിന് അറിയാം ഇസ്രയേൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന മിസൈൽസ് എങ്ങനെയുണ്ടെന്നുള്ളത്. പക്ഷെ ഇറാൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന മിസൈൽസ് എങ്ങനെയാണ് ഇസ്രായേലിലേക്ക് എത്തുന്നത്? 3 വഴി. ഞാൻ ഇതുവരെ പറഞ്ഞ മാതിരി ഹമാസ്, ഹൂത്തി ആൻഡ് ഹെസ്ബുള്ള, പിന്നെ ഇറാൻ. നമ്മൾ ഇതിനു മുമ്പ് തന്നെ കണ്ടിരുന്നു, ഈ കഴിഞ്ഞല്ല ഒരു 5-6 കൊല്ലം മുമ്പ് നമുക്ക് ഹെസ്ബുള്ളയായിരുന്നു റെഗുലർ ആയിട്ട് ഇസ്രായേലിലേക്ക് ഈ മിസൈൽസ് വിട്ടിട്ടിരുന്നത്. അതേ സമയത്ത് ഒന്നും ഇസ്രായേൽ മിണ്ടിയില്ല. അവർ ചെയ്യാറുണ്ട്, ഒരു ലിമിറ്റഡ് സ്ട്രൈക്ക് ഓപ്പറേഷൻ ചെയ്യാറുണ്ട്. ഒരു സൗത്ത് ലെബനനിൽ ഒരു ബഫർ സോൺ ഉണ്ടാക്കിയെടുത്തത്. പക്ഷെ ഈ ഈ നേട്ടത്തിൽ നമ്മൾ അമേരിക്കയ്ക്ക് ഒരു നേട്ടം ഉണ്ടായിട്ടില്ല. പ്രസിഡന്റ് ട്രംപിന് ഒരു നോബൽ പ്രൈസ് കിട്ടണം, അദ്ദേഹം അത് ഓപ്പൺ ആയിട്ട് സമ്മതിച്ചു. അമേരിക്കയിലെ ആഫ്രിക്കയിലെ ഏതോ 2 രാജ്യങ്ങൾ തമ്മിൽ അടിയായിട്ട് അവരെയും പിടിച്ചുകൊടുത്തു വാഷിങ്ടണിൽ വെച്ച് ഒരു സീസ് ഫയർ നടത്തി. ഞാൻ തന്നെയാണ് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സീസ് ഫയർ ഇംപ്ലിമെന്റ് ചെയ്തിട്ട്, അത് വേറൊരു കഥ. ഇതെല്ലാം കൂടിയിട്ട് പണ്ട് PLOനും ഇറ്റ്സാഖ് റബീനും എനിക്കൊരു ജിമ്മി കാർട്ടറായിരുന്നു തോന്നുന്നു, ഇവർ 3 പേരും കൂടി നിന്നിട്ട് നോബൽ പ്രൈസിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. അതാണ് ട്രംപിന് വേണ്ടത്. എങ്ങനെയെങ്കിലും ഖമനിയെയും ഈ നെറ്റന്യാഹുവിനെയും ട്രംപ് കൂടി ഒരു ഫോട്ടോ, അതായിരിക്കും എന്റെ അൾട്ടിമേറ്റ് ഒബ്ജക്റ്റീവ്. പക്ഷെ എനിക്ക് അതല്ലാണ്ട് വേറെ ഒന്നും കാണാനില്ല. ബിക്കോസ് തിരിച്ച് അമേരിക്കയിൽ നോക്കുകയാണെങ്കിൽ അവിടുത്തെ പെന്റഗൺ ബ്രീഫിംഗിലായാലും മിനിസ്ട്രി ഓഫ് ഡിഫൻസിന്റെ ബ്രീഫിംഗിലായാലും ഇവർ പറയുന്നത് ഞങ്ങൾക്ക് ഡാമേജ് അസസ്മെന്റ് ഞങ്ങളുടെ കംപ്ലീറ്റ് ആണ്, കുറെ ഡാമേജ് ആയിട്ടുണ്ട്. പക്ഷെ ഈ പറഞ്ഞ 6 മാസമാണോ 2 കൊല്ലത്തേക്കുള്ള ഒരു പിന്നിലേക്ക് പോക്കാണോ നമുക്കറിയില്ല എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ പറയുകയാണെങ്കിൽ ഇതല്ല ഇതിന്റെ മെയിൻ ആയിട്ടുള്ളത്. ഇതിന്റെ മെയിൻ എന്റെ ഒരു ഇതില് ഇസ്രയേലിനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സന്തോഷം. അവർക്ക് ചെയ്യേണ്ടത് അവർ ചെയ്തു. ഓർമ്മയുണ്ടാവും, ലാസ്റ്റ് ഡേ സീസ് ഫയർ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ടും ഇസ്രായേൽ പോയി അവരുടെ എയർഫോഴ്സിന്റെ ബേസുകൾ തകർത്തു ഇറാന്റെ. ഇത് നമ്മളും പാകിസ്ഥാന്റെ കൂടെ ചെയ്ത പരിപാടിയാണ്, ഓർമ്മയുണ്ടാവും. നൂർഖാൻ ബേസും ഈ പറഞ്ഞ ജക്കോബാബാദും ഒക്കെ നമ്മൾ ബോംബ് ചെയ്താണ്. എന്താണ് എന്റെ ലോങ് ടേം ഒബ്ജക്റ്റീവ് എന്നാണ് നോക്കുന്നത്. ബിക്കോസ് നാളെ ഇറാൻ ഇതെല്ലാം പണിതു വരാൻ ഇനി ഒരു 2-3 കൊല്ലം എടുക്കും. അവരുടെ എയർഫോഴ്സ് ഇല്ല എന്ന് വെച്ചോളാം, ഒട്ടുമില്ല എയർഫോഴ്സ്, ഒരു കപ്പാസിറ്റി ഇല്ല. പക്ഷെ മിസൈൽ കപ്പാസിറ്റിയാണ്, എസ്പെഷ്യലി ബാലിസ്റ്റിക് മിസൈൽസിന്റെ കപ്പാസിറ്റിയാണ്. അത് അവര് എനിക്ക് തോന്നുന്നു ഇസ്രായേൽ ഒരു 80% വരെ തകർക്കും.